ഹലോ എവ്രി വൺ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കാണ്. റിവ്യൂ തന്നെയാണ് പരിപാടി. അപ്പോൾ നമ്മുടെ പൈങ്കിളി OTT ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ലായിരുന്നു പൈങ്കിളി എന്നുള്ള പടം. അപ്പോൾ ഞാൻ ഇന്നാണ് പൈങ്കിളി മൂവി ഇരുന്ന് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്ക്. ഇത് ആക്ച്വലി ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ശ്രീജിത്ത് ബാബു എന്ന് പറഞ്ഞ പുള്ളിയാണ്. പുള്ളി ഭയങ്കര അടിപൊളി കുറേ ഹിറ്റ് പടങ്ങളൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. ലൈക്ക് പുരുഷപ്രേതം, തോൽവി FC എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചെറിയ ചെറിയ മൂവീസ് ചെയ്തിട്ടുള്ള ആളാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് ഫഹദ് ഫാസിലും ജിത്തു മാധവനും കൂടിയിട്ടാണ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണമൊക്കെ ജിത്തു മാധവൻ തന്നെയാണ് ചെയ്തേക്കുന്നത്. ജിത്തു മാധവൻ നമുക്കറിയാം, രോമാഞ്ചം, ആവേശം ഒക്കെ മൂവി ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ DOP വരുന്നത് അർജുൻ സേതു. പുള്ളി മഞ്ഞുമൽ ബോയ്സ് അതുപോലെ കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ എഡിറ്റഡ് ബൈ കിരൺ ദാസ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. ജസ്റ്റിൻ വർഗീസ് ആക്ച്വലി അജഗതാന്തരം അതുപോലെ പൊന്മാൻ, ദാവീദ് ഒക്കെ റീസെൻ്റ് ആയിട്ടുള്ള മൂവീസ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ അതുപോലെ വിഷ്ണു ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് ചെയ്തേക്കുന്നത്. പുള്ളി ആവേശം അതുപോലെ തല്ലുമാല ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഈ മൂവിയിലെ കാസ്റ്റ് പറയാം. കാസ്റ്റ് നമ്മുടെ ആവേശത്തിലൊക്കെ നമ്മൾ കണ്ട സച്ചിൻ ഗോപു, പൊന്മാനിലൊക്കെ പുള്ളി കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സച്ചിൻ ഗോപുവിൻ്റെ ആക്ച്വലി വേറൊരു എക്സ്റ്റെൻറ്റിലുള്ള മൂവിയാണ്. പുള്ളി ലാസ്റ്റ് പൊന്മാനിലാണ് ഉണ്ടായിരുന്നത്. പൊന്മാനിൽ അത്യാവശ്യം ഭയങ്കര ഗംഭീര ലുക്കിലായിരുന്നു. ഇത് ആക്ച്വലി പടത്തിൻ്റെ പേര് പൈങ്കിളി. അതൊരു വെറൈറ്റി ആയിട്ടുള്ള ടൈറ്റിലാണ്. ടൈറ്റിൽ മീൻസ് അതിൻ്റെ പേര് ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. പൈങ്കിളി എന്നുള്ള വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വരുമ്പോൾ ആക്ച്വലി പെയിൻ കിളി. എനിക്ക് ആ ഫിലിം കണ്ടിട്ട് ഏകദേശം ആ ഒരു പെയിൻ ഫീൽ ചെയ്ത പോലെ തോന്നിയ ഒരു മൂവിയാണ്. സംഭവം മൂവി ഓവറോള് കുറേ ചളിയും കാര്യങ്ങളൊക്കെ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിലും ഓവറോള് ഭയങ്കരമായിട്ട് പുള്ളി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പുള്ളി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഒരു ചെറിയ സാധാരണ കുറച്ച് ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളുടെ ഒരു സ്റ്റോറി പറയുന്ന മൂവിയാണ് ആക്ച്വലി ഇത് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ സച്ചിൻ ഗോപുവിന് പുറമെ നമുക്കിതിൽ അനശ്വര രാജൻ, ചന്തു, സലീം കുമാറിൻ്റെ മകന്, പിന്നെ റോഷൻ ഷാനവാസ്, നമുക്ക് ആവേശം മൂവിയിലൊക്കെ ഉണ്ടായിരുന്ന പുള്ളി, പിന്നെ അബു സലീം, റിയാസ് ഖാൻ, ഇങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. അതിൽ ആക്ച്വലി ഈ നമ്മുടെ റോഷൻ ഷാനവാസിൻ്റെയും അതുപോലെ ചന്തു, അതുപോലെ സച്ചിൻ ഗോപു, ഇവരുടെ കോമ്പിനേഷൻ സീൻസാണ്. ഇവർ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ കുറേ കോമ്പിനേഷൻ സീൻസും രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഫിലിമിൽ വരുന്നത്. ഇതിപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പടം കണ്ടിട്ടുണ്ടാവും. നമുക്ക് കുറേ ഭാഗങ്ങൾ ഇരുന്ന് ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവാൻ പറ്റുന്ന സീൻസ് ഉണ്ട്. കുറേ ചളിയുണ്ട് പടത്തിൽ. അതുപോലെ നമ്മുടെ അനശ്വര രാജൻ്റെ കുറേ സീനൊക്കെ എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നിയെങ്കിലും ഓവറോൾ പടം സച്ചിൻ ഗോപു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ. പിന്നെ നമ്മൾ പടം എൻഡായി കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴും അതിൽ കുറേ അബു സലീമും അതുപോലെ സച്ചിൻ ഗോപും കൂടെയുള്ള കുറേ കോമ്പിനേഷൻസും കുറേ കിടിലൻ നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള കുറേ കോമഡീസ് ഉണ്ട് പടം. എന്തായാലും പടം കാണുമ്പോൾ നമുക്ക് ചളിയായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചളിയായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. നമുക്ക് നല്ല നൈസ് ഒരു എൻ്റർടൈനിങ് മൂവി തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ OTTയിൽ റിലീസായിട്ടുണ്ട്. മനോരമയുടെ OTT പ്ലാറ്റ്ഫോമിലാണ് അത് വന്നിട്ടുള്ളത്. പ്രൈമിലും ഇനി പ്രൈം എടുക്കുന്നവർക്ക് ഇനി പ്രൈമിലും ഫിലിം വരാം. അപ്പോൾ പൈങ്കിളി മൂവി കാണാത്തവർ എന്തായാലും പോയി കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ റിവ്യൂ ആയിട്ട് കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.